പൂക്കളെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന ഒരാൾക്ക് പ്രകൃതിയിലെ ഏറ്റവും വൈദഗ്ധ്യം നേടിയ ശില്പികളെ തേനീച്ചയിൽ ദർശിക്കാം. പ്രകൃതിയിലെ ഏറ്റവും അമൂല്യമായ ഭക്ഷ്യപദാർത്ഥമായ തേനാണ് കോളനികളായി ജീവിക്കുന്ന തേനീച്ച നിർമ്മിക്കുന്നത്. ആറ് വശങ്ങളും 6 കോണുകളുമുള്ള അറകളിലാണ് അവ തേൻ ശേഖരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണവ ഷട്കോണാകൃതിയിൽ അറകൾ നിർമ്മിക്കുന്നത്? ഏറെ ഗണിതശാസ്ത്രപരമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണെങ്കിലും ഗണിതജ്ഞർ ഇതിനുത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കുറച്ച് പദാർത്ഥം ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ കൊള്ളുന്ന കൂട് നിർമ്മിക്കണമെങ്കിൽ അവ ഷട്കോണാകൃതിയാവണമത്രേ. മറ്റാകൃതികളെയും നമുക്ക് പരിഗണിച്ചു നോക്കാം. സിലിണ്ടർ ആകൃതിയോ പഞ്ചഭുജാകൃതിയോ പ്രിസാകൃതിയോ ഉള്ളതാണെങ്കിൽ അറകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് വഹിക്കാവുന്ന തേനിന്റെ അളവ് കുറവായിരിക്കും. ത്രികോണാകൃതിയോ ചതുർകോണോ ആയ അറകളായിരുന്നുവെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാകില്ലെങ്കിലും ഇവയേക്കാൾ ഏറ്റവും വ്യാപ്തമുള്ളത് ഷട്കോണാകൃതിക്കാണ്. അതുകൊണ്ട് അതേ വലിപ്പത്തിൽ പരമാവധി തേൻ ഉൾക്കൊള്ളാൻ കഴിയുക ത്രികോണാകൃതിക്കും ചതുഷ്കോണാകൃതിക്കുമല്ല, ഷട്കോണാകൃതിക്കാണ്. മറ്റൊരു വിസ്മയകരമായ വസ്തുത തേൻകൂട് നിർമ്മിക്കാനുള്ള തേനീച്ചകളുടെ പരസ്പര സഹകരണമാണ്. ഒരു തേൻകൂട് കണ്ടാൽ ഒറ്റ ബ്ലോക്കായി അവ നിർമ്മിച്ചതായി നമുക്ക് തോന്നുമെങ്കിലും നിരവധി ഘട്ടങ്ങളായാണ് അവ നിർമ്മിക്കപ്പെടുന്നത്. 3-4 വ്യത്യസ്ത ഇടങ്ങളിൽ വച്ചാണ് നൂറുകണക്കിന് തേനീച്ചകൾ തേൻകൂട് നിർമ്മിക്കുന്നത്. അവയുടെ നിർമ്മിതി മധ്യഭാഗത്ത് വെച്ചാണ് ഒരുമിക്കുന്നത്. ഈ ഘട്ടങ്ങളിലൊന്നും ഒരു ചെറിയ തകരാറ് പോലും നാം കാണുന്നില്ല. ഓരോ തേനറയുടെയും ചരിവ് വളരെ കൃത്യമായി തന്നെ തേനീച്ച പാലിക്കുന്നുണ്ട്. 13 ഡിഗ്രി പരസ്പരം ചരിച്ചാണവ ഓരോന്നും അടുക്കി വെക്കുന്നത്. അതുകൊണ്ട് ഇരുവശവും താഴേക്ക് ചരിഞ്ഞിരിക്കും. ഈ പ്രത്യേക കോണളവ് തേൻ തൂകിപ്പോകുന്നതിൽ നിന്ന് തടയാൻ അവയെ സഹായിക്കും. ലോകത്തെങ്ങുമുള്ള തേനീച്ചകൾ ഈ അനിതര സാധാരണമായ ശില്പമാതൃക പിന്തുടരുന്നുവെന്നത് അത്ഭുതകരമാണ്. വെളിച്ചത്തിന്റെ ശകലം പോലും എത്താത്ത പൊന്തക്കാട്ടിൽ നിർമ്മിക്കപ്പെടുന്ന തേനീച്ചക്കൂടിനും ഈ പ്രത്യേകതകളൊക്കെ ഉണ്ടാകും. ഇത് അന്യൂനമായ ഒരു സത്യം വെളിവാക്കുന്നു. ഇത് തേനീച്ചകൾ ജനിച്ച മുഹൂർത്തം മുതൽ ഈ അസാധാരണമായ പ്രത്യേകതകൾ പ്രദർശിപ്പിക്കുന്നു എന്നതാണത്. തേൻകൂടിന്റെ ഘടനയുടെ ദിശ അവ നിരീക്ഷിച്ച് പഠിക്കുന്നതല്ല. അവ കണ്ണു തുറക്കുന്നത് തന്നെ ഈ വിദ്യകൾ ആർജിച്ചുകൊണ്ടാണ്. ആരാണവയെ ഈ ശില്പവൈദഗ്ധ്യം പഠിപ്പിച്ചു കൊടുത്തത്? ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിന്റെ നാഥൻ തേനീച്ചക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തു. മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടി ഉയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന്
വ്യത്യസ്ത വർണ്ണങ്ങളുള്ള ഒരു പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ദൈവം അവർക്ക് നൽകിയ ജന്മവാസനയാണ് ഇതൊക്കെ അവർക്ക് സാധ്യമാക്കുന്നത്. ഇതാകട്ടെ തേനീച്ചയിൽ മാത്രം പരിമിതവുമല്ല. പ്രകൃതിയിലെ മറ്റ് ശില്പഘടനകൾ പഠിക്കുമ്പോൾ അവ കൂടുതലായി നമുക്ക് വ്യക്തമാകും.